നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. സി എസ് കെയുടെ പ്ലേ ഓഫ് സാധ്യതകൾ ആരാധകർ ആരായുന്നൊരു സമയമാണല്ലോ. പോയിന്റ് പട്ടികയിൽ 5-ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. സജീവമായിട്ട് തന്നെ സി എസ് കെ ഇത്തവണ പോയിന്റ് കണ്ടൻറ്റേഴ്സായിട്ട് നിൽക്കുകയാണ്. അടുത്ത 3 കളി 3ഉം ജയിക്കണം. മറ്റു ടീമുകളുടെ റിസൾട്ട് നോക്കുകയും വേണം. എല്ലാം കൂടി ചേർന്നാലേ മുന്നോട്ട് പോകാൻ ഇപ്പോൾ സാധ്യതയുള്ളൂ. ആ രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഇത്തവണത്തെ IPL ഒരു പക്ഷേ 16 പോയിന്റ് മതിയാവില്ല ടോപ്പ് 4-ലെത്താനുള്ളൊരു തോന്നൽ എന്തായാലും ഉണ്ട്. ഒരു പക്ഷേ 18 പോയിന്റ് ആവശ്യമുണ്ടായേക്കാം. ആ രൂപത്തിലേക്കാണ് എന്തായാലും പുരോഗമിക്കുന്നത്. അപ്പോൾ സി എസ് കെയുടെ ഇന്നലത്തെ കളി നമ്മളൊന്ന് വിശദമായിട്ട് വിലയിരുത്തുകയാണ്. എന്തൊക്കെയാണ് സംഭവിച്ചത്? പ്രധാന മത്സരങ്ങൾക്ക് ശേഷം നമ്മൾ റിവ്യൂ പറയാറുണ്ട്. പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകളുടെ വിലയിരുത്തലുകളും ക്രിക്കറ്റ് എക്സ്പേർട്ടുകളുടെ നിരീക്ഷണങ്ങളും ഒക്കെ റെഫർ ചെയ്ത് നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കൂടി ചേർത്ത് അവതരിപ്പിക്കുന്നതാണ് റാഫ്റ്റോക്സിൻ്റെ റിവ്യൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താം. ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം. ഏതായാലും കളിയിലേക്ക് വരാം. കളിയിൽ സംഭവിച്ചത് നിങ്ങൾക്കറിയാലോ. ആദ്യം ബാറ്റ് ചെയ്ത ലക്നൗ സൂപ്പർ ജയൻസ് നിശ്ചിത 20 ഓവറുകളിൽ 8 വിക്കറ്റിന് 203 റൺസാണ് അടിച്ചത്. മറുപടി ബാറ്റിങ്ങിൽ 4 പന്തുകൾ ശേഷിക്കെ 20ാമത്തെ ഓവറിൻ്റെ തുടക്കത്തിൽ 2 സിക്സറുകൾ പറത്തിക്കൊണ്ട് ശിവൻ ദ്യൂബെ കളി ഫിനിഷ് ചെയ്തു. 5 വിക്കറ്റ് നഷ്ടത്തിൽ 208ലേക്ക് സി എസ് കെ കുതിച്ചെത്തി. അങ്ങനെ മികച്ച ഒരു 5 വിക്കറ്റ് വിജയം നേടി. ഈ കുതിപ്പും ജയവും ഒക്കെ പറയുമ്പോൾ ഒരു പൊലിമൊക്കെ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഉർവിൽ പട്ടേൽ നൽകിയ കുതിപ്പിന് ശേഷം പിന്നെ ഒരു കിതപ്പുണ്ടായിരുന്നു. ഒടുവിലാണ് സി എസ് കെ വിജയിച്ച് കയറുന്നത്. അപ്പോൾ ഈ കളിയിൽ സി എസ് കെയുടെ വിജയത്തിൻ്റെ ഹീറോകൾ ആരാണ് എന്ന് ചോദിച്ചാൽ ഒരു സംശയവും വേണ്ട. അത് ഉർവിൽ പട്ടേലും ജെയ്മി ഒവേർട്ടനുമാണ്. തട്ടുപൊളിപ്പൻ ഇന്നിങ്സുമായിട്ട് ജോഷ് ഇംഗ്ലീസ് സി എസ് കെയെ വെല്ലുവിളിച്ച് നിന്നപ്പോൾ ആ വിക്കറ്റ് എടുത്തുകൊണ്ട് ജെയ്മി ഒവേർട്ടൻ കളി ടേണാക്കി. അവിടെയാണ് പിന്നെ സി എസ് കെ കയറി പോകുന്നത്. അതിന് ആദ്യത്തെ ടൈം ഔട്ട് സമയത്ത് സഞ്ജു സാംസൺ വന്ന് പറഞ്ഞു, നമുക്ക് അതിനുള്ള കഴിവുണ്ടെങ്കിൽ നമ്മളത് ചെയ്തിരിക്കണം, നമ്മൾ തിരിച്ചു വന്നിരിക്കണം എന്ന് സഞ്ജു പറഞ്ഞ വാക്കുകൾ എല്ലാവരെയും പംഡപ്പാക്കി. പിന്നീട് ആവേശത്തിലാണ് ടീം പന്തെറിഞ്ഞതും ഫീൽഡ് ചെയ്തതും എന്നൊക്കെ ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദ് പറയുന്നുണ്ട്. ഒരു മൊറൈൽ ബൂസ്റ്റപ്പ് മതിയാവും ചില ഘട്ടങ്ങളിൽ കളിയാകെ മാറ്റിമറിക്കാൻ. അവിടെയാണ് സഞ്ജുവിൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി നമ്മൾ കാണുന്നത്. ഏതായാലും ഉർവിൽ പട്ടേൽ കളിച്ച ഇന്നിങ്സ്, അതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹം ഒരു പുത്തൻ റെക്കോർഡ് ഇട്ടു. എന്താണ് ആ റെക്കോർഡ്? മറ്റൊന്നുമല്ല, ഏറ്റവും വേഗത്തിൽ IPL അർദ്ധ സെഞ്ചുറി നേടിയ താരമെന്ന റെക്കോർഡ്. സി എസ് കെയുടെ ജേഴ്സിയിൽ ഏറ്റവും വേഗത്തിൽ അർദ്ധ സെഞ്ചുറി നേടിയ താരമെന്ന റെക്കോർഡ് സുരേഷ് റെയ്നയിൽ നിന്ന് അദ്ദേഹം മാറ്റുന്നു. അതുപോലെ മൊത്തം IPL എടുത്താൽ യശസ്വി ജയ്സ്വാളിനൊപ്പം 13 പന്തുകൾ അർദ്ധ സെഞ്ചുറി. അപ്പോൾ പുതിയ റെക്കോർഡ്, പുതിയ ചരിത്രം ക്രിയേറ്റ് ചെയ്തു. അതുപോലെ ഒരു ചരിത്രം അദ്ദേഹം അവിടെ മായ്ച്ച് കളഞ്ഞിട്ടുണ്ട്. അതെന്താണെന്നറിയോ? 180-ലധികമുള്ള ഒരു സ്കോറ് സി എസ് കെ ചേസ് ചെയ്തിട്ട് കാലങ്ങളായിട്ടുണ്ടായിരുന്നു. അതാണ് അതായത് 7 വർഷക്കാലമായി. അതാണിപ്പോൾ മാറ്റി തിരുത്തിയിരിക്കുന്നത്. വിജയം വന്നിരിക്കുന്നു. 200 റൺസിന് മുകളിലുള്ളൊരു സ്കോർ തന്നെ ചേസ് ചെയ്ത് സി എസ് കെ വിജയിച്ചിരിക്കുന്നു. ഈ സീസണിൽ പലപ്പോഴും നമ്മൾ കണ്ടത് വലിയ ജനക്കൂട്ടം ചെപ്പോക്കലുണ്ടാകും, പക്ഷേ എതിർ ടീം വിജയത്തോടടുക്കുമ്പോൾ പലരും സ്റ്റേഡിയം വിട്ടുപോകുന്നു. അത്തരം ഒരു അനുഭവം ഇല്ലാതെ 32,825 കാണികളാണ് ഇന്നലെ ചെപ്പോക്കിലുണ്ടായിരുന്നെന്നാണ് ഔദ്യോഗികമായ കണക്ക്. ആ കാണികളെ ആവേശത്തിലും ചില ഘട്ടങ്ങളിൽ ആശങ്കയിലും ഒക്കെയാക്കി ഒരു T20 മത്സരത്തിൻ്റെ എല്ലാ ആവേശവും ഉദ്വേഗവും ആശങ്കയും ഒക്കെ സമ്മാനിച്ചുകൊണ്ട് ഒരു കളി സി എസ് കെ വിജയിച്ചിരിക്കുന്നു. ഏതായാലും നമുക്ക് എന്താണ് സംഭവിച്ചതെന്നുള്ളത് നോക്കാം. ആദ്യം ബാറ്റ് ചെയ്യുന്നത് LSG. ജോഷ് ഇംഗ്ലീസും മിച്ച് മാർഷും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട്. സി എസ് കെയുടെ പ്ലാനുകൾ ആകെ തകർക്കുന്ന തരത്തിലാണ് ഇംഗ്ലീഷ് തുടങ്ങിയത്. ഒരുപക്ഷെ ലോക ക്രിക്കറ്റിൽ ഇന്നിപ്പോൾ സ്പിന്നേഴ്സിനെ ഹിറ്റ് ചെയ്യാൻ ഏറ്റവും അധികം മികവുള്ള ബാറ്റർമാരിൽ ഒരാളാണ് ജോഷ് ഇംഗ്ലീസ്. വൺ ഓഫ് ദി ബെസ്റ്റ് സ്പിൻ ഹിറ്റേഴ്സ് ഇൻ ദി വേൾഡ് ക്രിക്കറ്റ്. അദ്ദേഹം അഖിൽ ഹുസൈനെ എടുത്തിട്ട് അങ്ങ് അലക്കി എന്ന് പറഞ്ഞാൽ 3 സക്സസീവ് ബൗണ്ടറീസ് ഫസ്റ്റ് ഓവർ തന്നെ അടിക്കുന്നു. സി എസ് കെ സ്വാഭാവികമായിട്ടും പിന്നെ പേസിലേക്ക് കാര്യങ്ങൾ മാറ്റേണ്ടി വരികയും ചെയ്യുന്നുണ്ട്. സി എസ് കെയുടെ പ്ലാൻ അവിടെ പൊളിക്കുകയാണ് ചെയ്തത്. മിച്ച് മാർഷ് ഒരു ഭാഗത്ത് നിൽക്കുന്നു, മറുഭാഗത്ത് ജോഷ് ഇംഗ്ലീസിൻ്റെ
തട്ടുപൊളിപ്പൻ ഹിറ്റിങ്. അതാണ് ആദ്യഘട്ടങ്ങളിൽ നമ്മൾ കാണുന്നത്. 6ാമത്തെ ഓവറിൻ്റെ തുടക്കത്തിൽ മിച്ച് മാർഷ് മടങ്ങുമ്പോഴേക്കും സ്കോർ ബോർഡിൽ 77 റൺസായി കഴിഞ്ഞിരുന്നു. മാർഷാവട്ടെ 10 പന്തുകളിൽ നിന്ന് 10 റൺസേ അപ്പോഴും അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. സോ കാര്യം വളരെ കൃത്യമാണ്. ഈ പവർ പ്ലേ കഴിയുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ സ്കോർ എന്ന് പറഞ്ഞാൽ 77 റൺസാണ് ജോഷ് ഇംഗ്ലീസിൻ്റെ. 25 പന്തുകളും അദ്ദേഹമാണ് ഫേസ് ചെയ്തത്. 11 പന്തുകൾ മാത്രമാണ് മറുഭാഗത്തുള്ള താരങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ 77 പവർ പ്ലേയിൽ മാത്രം അടിച്ചത്. സുരേഷ് റൈന 2014 PBKസിനെതിരെ 87 റൺസ് അടിച്ചതും 2024 DC-ക്കെതിരെ ട്രാവിസ് ഹെഡ് 84 റൺസ് അടിച്ചതും 2024 MIക്കെതിരെ ജെയ്ക്ക് ഫ്രേസർ മഖാർക്ക് 78 റൺസ് അടിച്ചതും മാത്രമാണ് ഇദ്ദേഹത്തിൻ്റെ ഈ കിടിലൻ സ്കോറിങ്ങിനേക്കാൾ മുകളിലുള്ളത്. അത് പവർ പ്ലേയിലെ സ്കോറാണ് പറഞ്ഞത്. ഹയസ്റ്റ് സ്കോറിൽ 4ാം സ്ഥാനത്തേക്കാണ് ഇന്നലത്തെ ജോഷ് ഇംഗ്ലീസിൻ്റെ ഹിറ്റിംഗ് വന്നത്. സ്വാഭാവികമായിട്ടും CSK വലഞ്ഞുപോയി എന്ന് മാത്രമല്ല, അതിന് പരിഹാരം കാണണം. അതാണ് സഞ്ജുവിൻ്റെ ആ സമയത്തെ ആ ടോക്കിൻ്റെ പ്രാധാന്യം. നോക്കുക, ഒരു ഘട്ടത്തിൽ ഇംഗ്ലീഷ് ഇങ്ങനെ അടിച്ചു പോകുമ്പോൾ 240 250 വരെ LSG എത്തിയേക്കുമെന്ന തോന്നലുണ്ടായിരുന്നു. അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് കളിക്ക് ശേഷം ഋതുരാജ് ഗെയ്ക്വാദ്. ഒരു 220 പിടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ അത് പാറാവും എന്ന് കരുതിയതാണ് ഞങ്ങൾ. പക്ഷേ 200-ന് തന്നെ പിടിക്കാൻ പറ്റി എന്നുള്ളതാണ് ഞങ്ങളുടെ ബൗളേഴ്സ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നുണ്ട് ഋതുരാജ് ഗെയ്ക്വാദ്. കളി തിരിഞ്ഞത് അവിടെയാണ്. ഫീൽഡ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം മികച്ച രൂപത്തിൽ പന്തെറിയുന്നു ആ 2 പേര്. ആര്? ജെയ്മി ഒവേർട്ടനും നൂർ അഹമ്മദും ചേർന്നുകൊണ്ട്. നിക്കോളാസ് പൂറനെ പറഞ്ഞു വിടുന്നു നൂർ അഹമ്മദ്. ഒറ്റ റൺസാണ് പൂറൻ അടിച്ചത്. ഈ IPL ഉടനീളം പൂറൻ്റെ പ്രകടനം വളരെ പരിതാപകരമാണ്. ഒറ്റ കളിയിൽ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പേരിനനുസരിച്ചുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിനും പെരുമക്കും അനുസരിച്ചുള്ള ഒരു ഇന്നിങ്സ് കളിച്ചത്. ഏതായാലും നൂർ അഹമ്മദിൻ്റെ കാര്യം കൂടി പറയണം. ആദ്യത്തെ 2 കളികളിൽ ഈ സീസണിൽ ഒട്ടും മികവ് അദ്ദേഹത്തിന് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ചിലരൊക്കെ കഴിഞ്ഞു നൂർ മാജിക് എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിരുന്നു. നമുക്ക് ആദ്യത്തെ 2 കളികളിൽ അദ്ദേഹം 111 റൺസാണ് വിത്തൗട്ട് ടേക്കിംഗ് എനി വിക്കറ്റ് വിട്ടുകൊടുത്തത്. ഇക്കണോമി റേറ്റ് 11.1. എന്നാൽ പിന്നീടുള്ള 8 മത്സരങ്ങളിൽ സംഭവിച്ചു നോക്കണം. 215 റൺസിന് 12 വിക്കറ്റ്. ഇക്കണോമി റേറ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, 7.16. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേ ഇനി എല്ലാം കൊണ്ടുപോയിട്ട് ധോണിക്ക് നിങ്ങൾ ക്രെഡിറ്റ് കൊടുക്കുകയാണ് എന്ന് പറഞ്ഞ് കമൻ്റ് ഇട്ട് വരണ്ട. അങ്ങനെ ഉള്ളത് കൊണ്ടാണ് ആ ക്രെഡിറ്റ് കൊടുക്കുന്നത്. നൂർ അഹമ്മദിൻ്റെ ഈ മാറ്റത്തിന് പുറകിലും ധോണിയുടെ തലയുണ്ട്. അതായത് MS ധോണി സജസ്റ്റ് ചെയ്തു അഫ്ഗാനി റിസ്റ്റ് സ്പിന്നറായിട്ടുള്ള നൂർ അഹമ്മദിനോട് ഫോക്കസ് മോർ ഓൺ ഹിസ് ലെഗ് ബ്രേക്ക് ദാൻ ജസ്റ്റ് ഗോയിങ് ഗൂഗ്ലി ഓൾ ദി ടൈം. എപ്പോഴും ഗൂഗ്ലി എറിയാൻ നിൽക്കാതെ ലെഗ് ബ്രേക്കിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക, അതുകൂടി ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞു. ഏതായാലും അതിൻ്റെയൊക്കെ ഒരു റിസൾട്ട് നമുക്ക് കളിക്കളത്തിൽ കാണാൻ കഴിയുന്നു. അപ്പം ഈ പിച്ചെന്ന് പറഞ്ഞാൽ ഈ സീസണിൽ DC-ക്കെതിരെ CSK വിജയിച്ച പിച്ചാണ്. അപ്പോൾ അന്ന് ജെയ്മി ഒവേർട്ടൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് വഹിച്ചിരുന്നു. ഇന്നും ജെയ്മി ഒവേർട്ടൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് വഹിക്കുന്നു. നമുക്ക് ഇംഗ്ലീഷ് അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സിൽ ആദ്യത്തെ 36 പന്തുകൾ എന്ന് പറഞ്ഞാൽ പവർ പ്ലേയിലെ 36 പന്തുകളിൽ 25 ഫേസ് ചെയ്ത ആളാണ്. ആ 25 പന്തുകളിൽ നിന്ന് 9 4കളും 6 സിക്സറുകളും അടിച്ചു. എന്നാൽ അതിനുശേഷം പിന്നീട് പവർ പ്ലേക്ക് ശേഷം വന്ന 19 പന്തുകളിൽ 8 പന്തുകൾ മാത്രമാണ് ഇംഗ്ലീഷിന് കിട്ടുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് സ്വാഭാവികമായിട്ടും ആ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിമറിക്കണം, ഒന്നുകൂടി വേഗത്തിലേക്ക് സ്കോർ ചെയ്യണം എന്ന ചിന്തയിൽ ഒവേർട്ടനെതിരെ സ്കൂപ്പിന് പോയി പണിയും കിട്ടി. അപ്പോൾ ഒവേർട്ടൻ പറഞ്ഞു വിടുന്ന കാഴ്ച ഹിറ്റിംഗ് ദി ഡക്ക് വിത്ത് ബോത്ത് പേസ് ഓൺ ആൻഡ് ഓഫ്. അതാണ് ഒവേർട്ടൻ ചെയ്തുകൊണ്ടിരുന്ന പണി. വേഗത്തിലും എറിയും അല്ലെങ്കിൽ സ്ലോയിലും എറിയും. ഹിറ്റിംഗ് ദി ഡക്ക് എന്ന രൂപത്തിലാണ് അദ്ദേഹം പന്തെറിഞ്ഞു പോയത്. അപ്പം ഒവേർട്ടൻ അദ്ദേഹം എറിഞ്ഞ ആദ്യത്തെ 18 പന്തുകളിൽ 10 ഡോട്ട് ബോളുകൾ എറിയുന്നു. അതിൻ്റെ റിസൾട്ട് ആ 2 വിക്കറ്റുകൾ ലഭിക്കുന്നതാണ്. അപ്പോൾ LSG ശരിക്കും പറഞ്ഞാൽ ഫീൽഡ് റെസ്ട്രിക്ഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള 50 പന്തുകളിൽ നിന്ന് 56 റൺസ് മാത്രമാണ് അടിച്ചത്. 5 വിക്കറ്റുകൾ വീഴുകയും ചെയ്തു. അപ്പോൾ ഈ 2 പേര് നൂർ അഹമ്മദ് അതുപോലെ ജെയ്മി ഒവേർട്ടൻ അവർ ചേർന്ന് കളി തിരികെ പിടിക്കുകയായിരുന്നു. പിന്നെ അവസാനം ഷഹബാസ് അഹമ്മദ് ഒരു സിക്സറൊക്കെ അടിച്ചുകൊണ്ട് കളി ഫിനിഷ് ചെയ്തിട്ടാണ് 200-ലേക്കെങ്കിലും എത്തുന്നത്.
LSG ഇത് 220, 240, 250 ഒക്കെ കണ്ട് കുതിച്ചു പോയ ടീമാണ് ജസ്റ്റ് 203 ഒതുങ്ങുന്നത്. നൂർ അഹമ്മദ് 4 ഓവറിൽ 24 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത്, ഒരു വിക്കറ്റ് എടുത്തു. ജിമ്മി ഒബേർട്ടൺ 4 ഓവറിൽ 36 റൺസിൽ 3 വിക്കറ്റ് എടുത്തു. ഒബേർട്ടൻ്റെ ആ ബൗളിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അതിൻ്റെ റിസൾട്ടാണ് നമ്മൾ ഈ കണ്ടത്. ഈ രൂപത്തിൽ അദ്ദേഹത്തിന് പ്ലെയർ ഓഫ് ദി മാച്ച് കിട്ടാനുള്ള കാരണം. മറുപടി ബാറ്റിങ്ങിൽ തീർച്ചയായിട്ടും നല്ലൊരു തുടക്കം അത്യാവശ്യമായിരുന്നു CSKക്ക്. ആ തുടക്കം ഇട്ടുകൊടുത്തിരുന്നു സഞ്ജു സാംസണും ഋതുരാജ് ഗെയ്ക്വാദും ചേർന്നുകൊണ്ട്. സഞ്ജു 14 പന്തുകളിൽ നിന്ന് 3 4 2 6 മടക്കം 28 റൺസ് അടിച്ചു. സഞ്ജുവിനെ ദിഗ്വേഷ് റാത്തി മടക്കി വിടുകയായിരുന്നു. പിന്നെയാണ് ഉർവിൽ പട്ടേലിൻ്റെ വരവ്. ഋതുവും ഉർവിലും ചേർന്നുള്ള കൂട്ടുകെട്ടിൽ ഉർവിലിൻ്റെ അഴിഞ്ഞാട്ടമാണ്. 6 6 6 6 4 ഇങ്ങനെ അടിച്ചങ്ങ് പറത്തുകയാണ്. സോ T20 ക്രിക്കറ്റിൽ നമ്മൾ ഒരു പക്ഷേ CSKയുടെ ജേഴ്സിയിൽ ഒരാൾ ഇങ്ങനെ താണ്ഡവം ആടുന്നത് അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. അതാണ് നമ്മളവിടെ കണ്ടത്. 13 പന്തുകളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വക അർദ്ധ സെഞ്ചുറി പിറക്കുന്നു. അവിടെ അദ്ദേഹം ബാറ്റ് ചെയ്യാൻ വരുമ്പോൾ ഒരു 33% CSKയുടെ വിന്നിങ് ചാൻസ് എങ്കിൽ അദ്ദേഹം ബാറ്റ് ചെയ്ത് കടന്നു പോകുമ്പോൾ 90 മുകളിലേക്ക് അവരുടെ വിന്നിങ് ചാൻസ് മാറിയിരുന്നു. 23 പന്തുകളിൽ നിന്നാണ് 2 4ഉം 8 6ഉം അടക്കം അദ്ദേഹം 65 റൺസ് അടിച്ചത്. അവിടെ കളി CSKയുടെ വരുതിയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ 10ാമത്തെ ഓവറിൽ അദ്ദേഹം മടങ്ങുമ്പോൾ 126 റൺസായി കഴിഞ്ഞിരുന്നു. കളി അവിടെ കയ്യിലെത്തിക്കഴിഞ്ഞു എന്നർത്ഥം. പിന്നെ 19 റൺസിൽ താഴെ മതി എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. പക്ഷേ പിന്നീട് എന്താ സംഭവിച്ചത്? അദ്ദേഹം പോയതിനു ശേഷം സംഭവിച്ചത് ഒട്ടും നല്ലതായിരുന്നില്ല. ഉർവിലിൻ്റെ പോക്കിന് ശേഷം കാർത്തിക് ശർമ്മ 20 പന്തുകളിൽ 20 റൺസ്, ഒരൽപ്പം സ്ലോവിലാണ് പോയത്. ഡേവിഡ് ബ്രവിസ് ജൂനിയർ ABD എന്നൊക്കെ പറയുന്നല്ലാതെ ഇപ്പോൾ ആ ഫോമിൽ അദ്ദേഹം കളിക്കുന്നത് നമ്മൾ കാണുന്നില്ല. 12 പന്തിൽ നിന്ന് 10 റൺസ്. ദിഗ്വേഷ് റാത്തി അദ്ദേഹത്തെ ബൗൾഡാക്കി വിടുന്നു. പിന്നെ ദ്യൂബെ, പ്രശാന്ത് വീർ അവർക്ക് അങ്ങനെ ഹിറ്റ് ചെയ്ത് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല. ആരാധകർ ആശങ്കയിലേക്ക് പോകുന്നു എന്ന കാര്യം ശരിക്കും ടെൻസ്ഡായി. ചെപ്പോക്ക് ശരിക്കും ടെൻസ്ഡായി. അപ്പം പിന്നെ എന്താണ് ചെയ്യേണ്ടത്? കളി ജയിച്ചേ പറ്റൂ. ശിവൻ ദ്യൂബയുടെ വക 2 സിക്സറുകൾ അവസാന ഓവറിൽ വരും. അതിനൊരു കാരണം എന്ന് പറഞ്ഞാൽ ബാക്കി പേസർമാരൊക്കെ ബൗൾ ചെയ്ത് കഴിഞ്ഞിരുന്നു. പിന്നെ ഷഹബാസ് അഹമ്മദ്, ഇഡൻ മൽക്രം. അപ്പോൾ ഷഹബാസിനെ മാറ്റി ഇഡൻ മൽക്രമിനെ കൊണ്ടുവരാനുള്ള കാരണം ഒരു ഓഫ് സ്പിന്നറെ കൊണ്ടുവരിക, ലെഫ്റ്റ് ഹാൻഡേഴ്സിനെതിരെ ഒരു ഓഫ് സ്പിന്നറെ കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തിലാണ് അത് ചെയ്തത്. പക്ഷേ ആദ്യത്തെ 2 പന്തുകളിൽ നിന്ന് തന്നെ സിക്സർ അടിച്ചുകൊണ്ട് കളി തീർന്നു. പിന്നെ എക്സ്ട്രാസ് കൂടിയായപ്പോൾ കളി അങ്ങ് അവസാനിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത്. അപ്പോൾ ഇതിൽ ഇപ്പോൾ നോക്കുക, തുടർച്ചയായി 3 വിജയങ്ങൾ ഈ സീസണിൽ ഇതുവരെ CSK നേടിയിട്ടുണ്ടായിരുന്നില്ല. അതും നേടുന്നു. വലിയ പ്രതീക്ഷയോടുകൂടി പ്ലേ ഓഫിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്നു. എന്തായാലും CSKക്ക് മത്സരം ജയിക്കാൻ പറ്റും. അടുത്ത 3 മത്സരങ്ങളും ജയിക്കാൻ പറ്റുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ആരാധകരുള്ളത്. ഇപ്പോൾ 11 കളികളിൽ നിന്ന് 6 വിജയം 5 തോൽവി പ്ലസ് 0.185 നെറ്റ് റൺ റേറ്റിൽ 12 പോയിൻറ്റുമായിട്ട് CSK 5ാം സ്ഥാനത്ത്. ഗെയിം ഓൺ എന്ന് തന്നെ നമുക്ക് പറയണം. കളി എന്തും സംഭവിക്കാം. പക്ഷേ നല്ല സാധ്യതയുണ്ട് CSK ടോപ്പ് 4ൽ ഫിനിഷ് ചെയ്യാൻ. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റിഫ്ലക്ഷൻ എത്താം.